എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അത് അറിയാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ആ ഒരു സർക്കുലർ നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെ, അത് ജൂലൈ 18-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്നവർക്കും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റൊന്നും ഇതുവരെ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്റ് അല്ല സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലെ അതുപോലെ തന്നെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തീൻ കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നിവ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ജാതിയുടെയും കാറ്റഗറികൾ മനസ്സിലാക്കുന്നതിനായിട്ട് പ്രോസ്പെക്ടസിലെ അനുബന്ധം 3 നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ മുഖ്യഘട്ടത്തിൽ 1-ാം സപ്ലിമെൻ്ററി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതല്ല അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷന് പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ പുതിയ ഓപ്ഷനുകൾ നൽകിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ അന്തിമമായിട്ട് അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതും ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷന് ശേഷം ഓരോ സ്കൂളിലും ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ അഡ്മിഷൻ വെബ്സൈറ്റിലെ സ്കൂൾ ഓർ കോഴ്സ് വേക്കൻസി എന്നുള്ള ലിങ്കിൽ പ്രസിദ്ധീകരിക്കും. ഒഴിവുകൾ പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പിന്നീടുള്ള ഓരോ ഒഴിവുകളിലേക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും കുട്ടികളെ പരിഗണിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള സ്പോട്ട് അഡ്മിഷൻ അപേക്ഷിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ഓപ്ഷൻ ഒക്കെ നൽകിയിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുക, അഡ്മിഷനായിട്ട് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ പറയുന്ന എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് എന്താണ് പാസ്വേഡ് വേണ്ടത്, ആ ഒരു പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സിസ്റ്റം കാണാൻ പറ്റും, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ എന്ന് പറഞ്ഞുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അത് ആ ഒരു സമയത്ത് നിങ്ങൾ ക്ലിക്ക് വീണ്ടും ചെയ്യാതെ നിങ്ങൾ അത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക. നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അവിടെ സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു പേജിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഓൾറെഡി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ്, അതായത് യൂസർ നെയിം എന്ന് പറയുമ്പോൾ ഇതിൽ മൊബൈൽ നമ്പറാണ്, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ ഉള്ള വിദ്യാർത്ഥികളും അതുപോലെ നിങ്ങൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ വ്യൂ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് തന്നെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു ആപ്ലിക്കേഷനിലേക്ക് കൂടി തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലുമാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആദ്യം തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ 0 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. കാരണം ഏതെങ്കിലും വിദ്യാർത്ഥികൾ ആ ഒരു സീറ്റിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ്. അതായത് HSCയിലോ മറ്റോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഇനി അടുത്തതായിട്ട് ഞാൻ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ആലപ്പുഴ ജില്ലയിലെ ആ ഒരു
സ്കൂളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0 വേക്കൻസി ചില സ്കൂളിൽ ചില കോഴ്സിന് 0 വേക്കൻസി ഒക്കെ കാണാമെങ്കിലും ഞാനിപ്പോൾ അത് കൂടി ഞാൻ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തും. അപ്പോൾ എനിക്കിപ്പോൾ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം. കാരണം ഇതൊരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നടത്തുന്ന അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എവിടെയാണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നൽകാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഇംഗ്ലീഷ് സെഷൻ ഇവിടെ കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇംഗ്ലീഷ് സെഷൻ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ഒരു റൗണ്ട് ആയിട്ടുള്ള എറോ സിമ്പിൾ കാണാം. അതാണ് റിന്യൂ ഓപ്ഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് റിന്യൂ ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന സമയത്ത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതും അപ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതിൽ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവരോ അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളോ ആണെങ്കിൽ അപേക്ഷയിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്തി എല്ലാം ഓക്കെ ആണ് ഒന്ന് ഉറപ്പുവരുത്തിയ ശേഷം സേവ് ചെയ്ത് പിന്നീട് അടുത്ത പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നൽകിയവർക്ക് അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തിരുത്തുക. അതുപോലെ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ അതായത് 10ാം ക്ലാസ്സിലെ മാർക്ക് ഡീറ്റെയിൽസ് കാണാം. അതൊക്കെ കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർക്കാണെങ്കിൽ CBSE ആണെങ്കിൽ നിങ്ങൾ പുതുതായിട്ടല്ല നിങ്ങൾ അവിടെ ആ ഒരു സ്കോറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്തത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമതായിട്ടാണ്, അതുപോലെ തന്നെ ഏത് സ്കൂളാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ബോക്സ് എന്ന് പറയുന്നത് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും. അവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ജില്ലയിലെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്കൂൾ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് കോഴ്സിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ആഡ് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഓപ്ഷൻസും താഴെ ലിസ്റ്റഡ് ആയിട്ട് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഓരോ ഓപ്ഷൻ്റെ നേരെയും എഡിറ്റ് ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകാവുന്നതാണ്. അതിനുശേഷം പിന്നീട് സേവ് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ബോണസ് പോയിന്റോ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അഥവാ ഒന്നും ആഡ് ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രിവ്യൂ പേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. എന്തെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. എഡിറ്റ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ, എഡിറ്റ് ഗ്രേഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വരാവുന്നതുമാണ്. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവസാനം ചെക്ക് ബോക്സ് കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യുക. അതുപോലെ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ് തെറ്റുള്ളത് അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ ആണ്. അപ്പോൾ ആ ഒരു ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിന് നേരെയായിട്ട് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരുണ്ടാവും അതുപോലെ തന്നെ അവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് യുവർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ vhsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഇതിനുള്ള സൗകര്യം ലഭ്യമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.